ഭീകരരെ നേരിടാൻ പ്രധാനമന്ത്രിക്കൊപ്പം അണിനിരന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കൾ. പാകിസ്ഥാനെതിരെ തെളിവ് ശേഖരിച്ച് അന്വേഷണ ഏജൻസികൾ. രാജ്യം ഐക്യപ്പെട്ടു നിൽക്കുമ്പോൾ അറിയാതെ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പോസ്റ്റിട്ട കോൺഗ്രസ് യുവ നേതാവ് രാജ്യദ്രോഹത്തിന് അറസ്റ്റിൽ. ഇന്ത്യൻ സൈന്യം അപ്രതീക്ഷിത നീക്കത്തിന് തയ്യാറെടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ രാജ്യ താൽപര്യത്തിനെതിരായി എഴുതുന്നവർ നിരീക്ഷണത്തിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ രാജ്യം ഒറ്റക്കെട്ടാണ്. കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്താണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. പാക് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന വ്യക്തമായ തെളിവ് ലഭിച്ച ശേഷമേ ഇന്ത്യ പ്രതികരിക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകളിലോ പ്രസംഗങ്ങളിലോ ഭീകരാക്രമണം സംബന്ധിച്ച വിശദമായ കാര്യങ്ങളില്ല. ഏതെങ്കിലും രാജ്യത്തിന്റെയോ മറ്റ് വൈകാരിക വിഷയങ്ങളോ ഒന്നുപോലും പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടില്ല. രാജ്യത്തെ ആക്രമിച്ചവർക്ക് തക്കതായ മറുപടി നൽകിയിരിക്കും എന്ന ഉറപ്പ് മാത്രമാണ് പ്രധാനമന്ത്രി നൽകിയത്. ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പമാണെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പഴിക്കാനൊന്നും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ശ്രമിക്കുന്നില്ല. രാജ്യം വലിയൊരു ഭീകരാക്രമണം നേരിട്ട ഘട്ടത്തിൽ അവധാനതയോടെ പക്വതയോടെ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുകയാണ് ഓരോ നേതാക്കളും ചെയ്യുന്നത്. എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തായി നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വിഷം വമിപ്പിക്കുന്ന പോസ്റ്റുകളിട്ട് പ്രകോപനം സൃഷ്ടിക്കുന്നവരുണ്ട്. ഇവരൊക്കെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ നിരീക്ഷണത്തിൽ വരുമെന്നത് മറന്നുപോകുന്നു. AICC നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും ഭീകരർക്ക് തിരിച്ചടി കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ മാഹി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിദ്വേഷ പ്രചരണം നടത്തി രാജ്യദ്രോഹിയായി മാറി. ഫേസ്ബുക്കിൽ വിദ്വേഷം നിറഞ്ഞ പോസ്റ്റിട്ട മാഹി ചാലക്കര സ്വദേശിയും മാഹി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായ KP രജിലേഷിനെതിരെ മാഹി പോലീസ് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തു. BJP മാഹി മണ്ഡലം പ്രസിഡന്റ് പ്രബീഷ് കുമാറിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇതോടെ രജിലേഷിനെ മാഹി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാഹി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുറത്താക്കി. രജിലേഷിനെതിരെ പുതുച്ചേരി, ദില്ലി, UP എന്നിവിടങ്ങളിലും കേസെടുത്തിട്ടുണ്ട്. 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്നതാണ് കുറ്റം. സോഷ്യൽ മീഡിയ വഴി മതവിദ്വേഷമോ രാജ്യദ്രോഹപരമായ പ്രസ്താവനയോ നടത്തിയാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചൊന്നും അറിവില്ലാതെ രാഷ്ട്രീയ പ്രവർത്തകർ പോലും വൈകാരിക പ്രതികരണങ്ങൾ നടത്തുന്നത് വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകിൽ പ്രവർത്തിച്ചവർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചടി നൽകണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ വ്യക്തമായ തെളിവ് ലഭിക്കാതെ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ തുനിഞ്ഞേക്കില്ല. ഇന്റലിജൻസ് ഏജൻസികൾ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇതിനു മുൻപ് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ 2 ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 2016 ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചതിന് തിരിച്ചടി നൽകിയതായിരുന്നു ആദ്യത്തേത്. ഇന്ത്യൻ സൈന്യത്തിലെ ചെറിയൊരു കമാൻഡോ വിഭാഗം അപ്രതീക്ഷിതമായി നിയന്ത്രണ രേഖ കടന്ന് 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറി ലോഞ്ചിംഗ് പാഡുകൾ തകർത്ത് അനേകം ഭീകരരെ വധിച്ചതാണ് ആ സംഭവം. 2019 ഫെബ്രുവരിയിൽ പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തി 40-ലധികം ജവാന്മാരെ വധിച്ചതിന് പകരമായി ബാലക്കോട്ടിൽ വൻ ഭീകര സങ്കേതം ഇന്ത്യൻ വ്യോമസേന മിന്നൽ ആക്രമണത്തിൽ തകർത്തതാണ് രണ്ടാമത്തെ സംഭവം. ഈ 2 ശൈലിയിലുള്ള സർജിക്കൽ സ്ട്രൈക്കുകളും പാകിസ്ഥാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാകണം. കാരണം പഹൽഗാം ആക്രമണം നടന്ന ഉടനെ പാക് വ്യോമ പ്രതിരോധ നിരയിൽ കനത്ത കാവൽ ഏർപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യൻ വ്യോമാക്രമണം നേരിടാൻ റഡാറുകളും ഫൈറ്റർ സ്ക്വാഡ്രണുകളും നിരത്തി പാകിസ്ഥാൻ തയ്യാറായിട്ടുണ്ടാകണം. ഉറി ആക്രമണത്തിന് നൽകിയ പ്രത്യാക്രമണം തടയാൻ പാക് സൈന്യം അതിർത്തിയിൽ കഴിഞ്ഞ 4 മാസമായി കുഴിബോംബുകൾ നിരത്തുകയായിരുന്നുവെന്ന വിവരം മിലിറ്ററി ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ തയ്യാറെടുത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് കാത്തിരിപ്പ് നൽകി ഇന്ത്യ തന്ത്രപരമായിട്ടുള്ള പ്രത്യാക്രമണമായിരിക്കും നടത്തുക. ഭീകരർക്കുള്ള മറുപടി വൈകുന്നത് പോലും കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമെന്നിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഭീകരാക്രമണം കേന്ദ്ര സർക്കാർ പദ്ധതി ഇട്ടതാണെന്ന രീതിയിൽ ദുഷ്പ്രചാരണം നടത്തുന്നവരെയാണ് സർക്കാർ ആദ്യം നേരിടുക. രാജ്യത്ത് നിലനിൽക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യ താൽപര്യത്തിനെതിരായി സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തുന്നവരെ ഭീകരരെ നേരിടും പോലെ സർക്കാർ കൈകാര്യം ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്.